പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 7 പ്രധാന വാർത്തകൾ. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ മയക്കുമരുന്നുമായി പ്രവാസികൾ അറസ്റ്റിൽ. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺട്രോൾ വിഭാഗം തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡുമായി നടത്തിയ പരിശോധനയിലാണ് ഏഷ്യൻ രാജ്യക്കാരായ 3 പേർ മയക്കുമരുന്നുമായി പിടിയിലായത്. പോലീസ് നായയുടെ സഹായത്തോടെയായിരുന്നു പരിശോധന. പ്രതികളിൽ നിന്നും 40 കിലോഗ്രാമിലധികം ക്രിസ്റ്റൽ മെത്ത് കണ്ടെടുത്തു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന മോട്ടോർ ബൈക്കിന് തീവെച്ച സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്ക വിലായത്തിലാണ് സംഭവം. സ്വദേശിയുടെ വീട്ടിലെ മോട്ടോർ ബൈക്കിനാണ് തീവെച്ചത്. സംഭവത്തിൽ അന്വേഷണം നടത്തിയ ബാത്തിന ഗവർണറേറ്റ് പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. വടക്കൻ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുമ്പോഴും ഒമാനിൽ 40 കടന്ന് താപനില. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് ഉയരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇക്കാലയളവിൽ ഭാഗികമായി മഴയും തുടരും. മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലും താപനില ഉയർന്ന നിലയിൽ തുടരും. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ബർക്ക വിലായത്തിലാണ്, 41 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്തത് സൈക്ക് പ്രദേശത്താണ്, 39 ഡിഗ്രി സെൽഷ്യസ്. താപനില ഉയരുന്ന സമയങ്ങളിൽ ശരീരം തണുപ്പിച്ച് നിർത്താനും ജലാംശം ഉറപ്പുവരുത്താനും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മുസന്തം ഗവർണറേറ്റിലെ കസബ് വിലായത്തിൽ ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച വലിയ തോതിൽ മദ്യവുമായി പ്രവാസികൾ അറസ്റ്റിൽ. ഏഷ്യൻ രാജ്യക്കാരായ 6 പേരെയാണ് മുസന്തം ഗവർണറേറ്റ് പോലീസ് പിടികൂടിയത്. കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കടൽ വഴിയുള്ള മദ്യക്കടത്ത് കണ്ടുകെട്ടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി. ഡിസംബർ 1 മുതൽ മസ്കത്ത് സെക്ടറിൽ എമിറേറ്റ്സിൻ്റെ എയർബസ് A350 വിമാനം ഉപയോഗിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. എമിറേറ്റ്സ് വിമാനങ്ങളുടെ ശ്രേണിയിലേക്ക് കൂടുതൽ വിമാനങ്ങൾ എത്തുന്നതിൻ്റെ ഭാഗമായാണ് മസ്കത്ത് ഉൾപ്പെടെ നഗരങ്ങളിലേക്ക് എയർബസ് വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ദുബായ് ആസ്ഥാനമാക്കിയുള്ള എമിറേറ്റ്സ് ഒമാനും UAEക്കും ഇടയിൽ നിരവധി സർവീസുകൾ നടത്തുന്നുണ്ട്. ഇന്ത്യൻ സെക്ടറുകളിലേക്കും യൂറോപ്യൻ നഗരങ്ങളിലേക്കും ഉൾപ്പെടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കുള്ള കണക്ഷൻ സർവീസുകളും എമിറേറ്റ്സ് ലഭ്യമാക്കി വരുന്നുണ്ട്. 2ാമത് എഡിഷൻ ബുറൈമി കാർണിവൽ ഇന്ന് സമാപിക്കും. മെയ് 3-ന് ആരംഭിച്ച ഫെസ്റ്റിവലിൽ ഇതിനോടകം 25,000-ൽ പരം സന്ദർശകരെത്തിയതായി ഡയറക്ടർ സാലിം ബിൻ നംഷാൻ അൽ കഅബി പറഞ്ഞു. 40 ഈവൻറ്റുകൾക്കാണ് കാർണിവൽ വേദിയായത്. ചെറുകിട ഇടത്തരം സംരംഭകർക്കും മേളയിൽ മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നു. വ്യത്യസ്ത വിനോദ പരിപാടികൾ ആസ്വദിക്കാനെത്തിയവരിൽ വലിയ ശതമാനവും കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടുന്നു. മുൻ വർഷത്തെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തവണയും കാർണിവൽ ഒരുക്കിയിരുന്നത്. ഏകീകൃത GCC സന്ദർശന വിസ GCC ഗ്രാൻഡ് ടൂർസ് എന്ന പേരിൽ അറിയപ്പെടും. UAE ധനകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൂഖ് അൽ മാരി അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലാണ് ഇക്കാര്യം അറിയിച്ചത്. വിസ കാലാവധി സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ലെങ്കിലും 6 രാജ്യങ്ങളിലും സന്ദർശിക്കാൻ സാധിക്കുന്ന വിസയ്ക്ക് 30 ദിവസത്തെ കാലാവധിയുണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയെ മാതൃകയാക്കിയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഏകീകൃത വിസ അവതരിപ്പിക്കുന്നത്. ട്രാവൽ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന മേഖലകളിൽ GCCയിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഗൾഫിനെ ലക്ഷ്യമാക്കും. ഒമാനിലടക്കം ഹ്രസ്വകാല വാടകക്കാർ വർദ്ധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് രാജ്യങ്ങൾക്കേറെ ഗുണകരമാകുകയും ചെയ്യും. 6 രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് റൂട്ടിനെക്കുറിച്ച് അതത് സർക്കാരുകൾ പഠനം തുടങ്ങി. 11ാമത് എഡിഷൻ ഫാക്ക് കുർബ ക്യാമ്പയിനിൽ 1219 തടവുകാർക്ക് മോചനം സാധ്യമാക്കിയതായി ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് പിഴ അടക്കാത്തതിനെ തുടർന്ന് ജയിലുകളിൽ കഴിയുന്നവർക്ക് മോചനത്തിൻ്റെ വഴിയൊരുക്കാൻ ആരംഭിച്ച ഫാക്ക് കുർബയ്ക്ക് ഇത്തവണയും മികച്ച പിന്തുണയാണ് ലഭിച്ചതെന്നും അസോസിയേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ ഹമദ് ബിൻ ഹംദാൻ അൽ റുബായി പറഞ്ഞു. 2000-ൽ കൂടാത്ത പിഴത്തുകയുള്ളവർക്കാണ് ജയിൽ മോചനത്തിന് പരിഗണിച്ചത്. ഇവരിൽ തന്നെയും മുതിർന്ന പ്രായക്കാർക്ക് ആദ്യ പരിഗണന നൽകുകയും ചെയ്തിരുന്നു. 2012-ൽ തുടങ്ങിയ പദ്ധതിയിലൂടെ ഇതിനോടകം 7113 ആളുകളെ ജീവിതത്തിൻ്റെ നിറങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്.
വിവരങ്ങൾ വെളിപ്പെടുത്താത്ത വ്യക്തിയുടെ കാരുണ്യത്തിൽ ഇത്തവണയും നിരവധി പേർ ജയിൽ മോചനം നേടിയിരുന്നു. തുടർച്ചയായി 8ാം വർഷമാണ് ഇദ്ദേഹം തടവിൽ കഴിയുന്നവരുടെ പിഴത്തുക അടച്ചു തീർത്ത് മോചിതരാക്കുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ വിവിധ അന്താരാഷ്ട്ര സെക്ടറുകളിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കാൻ ഒമാൻ എയർ. സർവീസുകളുടെ ആവശ്യകത വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ വിമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ദേശീയ വിമാന കമ്പനി അറിയിച്ചു. ഇന്ത്യക്ക് പുറമെ യൂറോപ്യൻ നഗരങ്ങളിലേക്കും തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കുമാണ് അധിക സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സെക്ടറുകളിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് അധിക സർവീസുകളുള്ളത്. മസ്കത്തിൽ നിന്നും കോഴിക്കോട്ടേക്ക് ജൂൺ 3 മുതൽ പ്രതിവാരം 11 സർവീസുകൾ നടത്തും. നിലവിൽ ആഴ്ചയിൽ 7 സർവീസുകളാണുള്ളത്. മസ്കത്ത് കോഴിക്കോട് റൂട്ടിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഓരോ സർവീസ് വീതവും ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ 2 സർവീസുകൾ വീതവും നടത്തും. വരുന്ന വേനലവധിക്കാലത്തും ബലിപെരുന്നാളിനും നാടണയാനിരിക്കുന്ന മലബാർ മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്ക് അധിക സർവീസുകൾ ഏറെ ഗുണം ചെയ്യും. നേരത്തെ കണ്ണൂർ സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധിക സർവീസുകൾ ഈ മാസം 2 മുതൽ ആരംഭിച്ചിരുന്നു. ബാങ്കോക്കിലേക്ക് ജൂലൈ 1 മുതൽ ആഴ്ചയിൽ 14 സർവീസുകളും, ഫുക്കറ്റിലേക്ക് ജൂൺ 3 മുതൽ 7 സർവീസുകളും, കോലാലംപൂരിലേക്ക് ജൂലൈ 6 മുതൽ 5 സർവീസുകളും നടത്തും. സൻസിബാറിലെ ദാർ അൽ സലാം സെക്ടറിലേക്ക് ജൂലൈ 1 മുതൽ 6 സർവീസുകളും, മിലാനിലേക്ക് ജൂലൈ 7 മുതൽ 4 സർവീസുകളും നടത്തും. നിലവിൽ സർവീസില്ലാത്ത സൂറിച്ചിലേക്ക് ഒക്ടോബർ 5 മുതൽ പ്രതിവാരം 3 സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീച്ചുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ മസ്കത്ത് നഗരസഭയുടെ മുന്നറിയിപ്പ്. ബീച്ചുകൾ, പൊതു ഇടങ്ങൾ, പാർക്കുകൾ തുടങ്ങി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് നഗരസഭ. നിയമം ലംഘിക്കുന്നവർക്കെതിരെ 100 റിയാൽ പിഴ ചുമത്തും. ബീച്ചുകളിലോ പൊതു ഇടങ്ങളിലോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. ഇക്കാര്യം വ്യക്തമാക്കി പലയിടങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചതിൻ്റെയും ഇവ നീക്കം ചെയ്യുന്നതിൻ്റെയും ചിത്രങ്ങൾ നഗരസഭയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിരുന്നു. ഒമാന്റെ വടക്കൻ മേഖലയുടെ വിവിധ പ്രദേശങ്ങളിലും ധോഫാറിലെ ചില വിലായത്തുകളിലും ഇന്നലെയും ശക്തമായ മഴ ലഭിച്ചു. ആലിപ്പഴ വർഷവുമുണ്ടായി. വാദികൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നു. മഴ ലഭിച്ച പ്രദേശങ്ങളിലും താപനില ഉയർന്ന നിലയിൽ തുടരുകയാണ്. ജഅലാൻ ബനി ബു അലി, സലാല, ജഅലാൻ ബനി ബു ഹസൻ, ഇസ്കി, ഇബ്ര, താക്ക, ജബൽ അക്തർ, നിസ്വ, സൂർ, സമ ഇൽ ഹംറ, മഹൂത്ത്, അൽ വുസ്ത, അൽ ഖാബിൽ, സഹം, മുദൈബി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ ലഭിച്ചത്. രാവിലെ മുതൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നുവെങ്കിലും ഉച്ചയോടെയാണ് മഴയെത്തിയത്. രാത്രിയിലും കനത്ത കാറ്റും മഴയും തുടർന്നു. ധോഫാറിൽ ഖരീഫ് കാലത്ത് സഞ്ചാരികൾക്കായി ഒരുക്കുന്ന ഖരീഫ് ഫെസ്റ്റിവൽ ഇത്തവണ ജൂൺ 20 മുതൽ തുടക്കം കുറിക്കും. ദുബായിൽ ആരംഭിച്ച അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിൽ ധോഫാർ നഗരസഭാ ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മുഹ്സിൻ അൽ ഗസാനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 90 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത വിനോദ പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറും. ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചാരികൾക്ക് ഉത്സവാന്തരീക്ഷം ആസ്വദിക്കാനാകും. ഫെസ്റ്റിവലിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും ഡോക്ടർ അഹമ്മദ് അൽ ഗസാനി പറഞ്ഞു. കഴിഞ്ഞ വർഷം ഖരീഫ് കാലത്ത് ധോഫാർ സന്ദർശിച്ചത് 10 ലക്ഷത്തോളം സഞ്ചാരികളാണ്. 2023 ജൂൺ 21 മുതൽ സെപ്റ്റംബർ 21 വരെയുള്ള കാലയളവിൽ 9,62,000 പേർ സലാലയിലെത്തി. 2022 ഇതേ കാലയളവിൽ സഞ്ചാരികൾ 8,13,000 ആയിരുന്നുവെന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രം കണക്കുകൾ വ്യക്തമാക്കുന്നു. 103 ദശലക്ഷം ഒമാനി റിയാലാണ് ഖരീഫ് സന്ദർശകർ ധോഫാറിൽ ചെലവഴിച്ചത്. 2022 ഇത് 86 ദശലക്ഷമായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.